പാകിസ്ഥാനെക്കാളിലും സംശയം ഇന്ത്യയിലുള്ള കുറേ ആളുകൾക്കാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് അടക്കമാണ്. നമ്മുടെ എത്ര വിമാനങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തിരിച്ചടിയിൽ പാകിസ്ഥാൻ തകർത്തു എന്നാണ് രാഹുൽ ഗാന്ധിക്ക് അടക്കമുള്ള ചില കോൺഗ്രസ് നേതാക്കൾക്ക് അറിയേണ്ടത്. ഇന്ത്യയിലെ മറ്റാർക്കും അറിയേണ്ടത് ഇവർക്കറിയണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉത്തരവില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും കാരണം അത് ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല, സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ അന്വേഷിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടോ? ഉറപ്പായിട്ടും ഈ പാകിസ്ഥാൻ പ്രധാനമായും അവകാശവാദം ഉന്നയിച്ചത് ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങളെ അവർ വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. കാര്യം ഇന്ന് ലോകത്ത് ഉള്ള ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റുകളിലൊന്നാണ് റഫേൽ. അത് ഇന്ത്യക്കുണ്ട് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ അതിനെ വീഴ്ത്തി എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പം അത് നമുക്ക് ഉൾക്കൊള്ളാൻ അത്രയ്ക്ക് പെട്ടെന്ന് പറ്റില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം, ഇത് റഫേൽ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഡെസോത്ത് എന്ന് പറയുന്ന ഒരു വിമാന കമ്പനി നിർമ്മിക്കുന്ന അവരുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി നിർമ്മിക്കുന്ന ഒരു വിമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അവർ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണ്? അവർ പറയുന്നു കുറേ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച്, പക്ഷേ അതൊക്കെ അപൂർണവും അവ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഇക്കാര്യത്തിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ്റുമായി നിരന്തര സമ്പർക്കത്തിലാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ഞങ്ങൾക്കും അതിയായ താല്പര്യമുണ്ടെന്നാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. കാരണം ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ സർവീസിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷത്തോളമായി. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യുദ്ധമുന്നണിയിൽ വെച്ച് ഇങ്ങനെ ഒരു തകർക്കപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നത്. അതിനു മുമ്പ് ആർക്കും തന്നെ റഫേലിനെ പരാജയപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ഇനി പാകിസ്ഥാൻ്റെ അവകാശവാദത്തെ പരിഗണിക്കുകയാണെങ്കിൽ അവർ ഇന്ത്യയുടെ 6 വിമാനങ്ങൾ വീഴ്ത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. അതിൽ 3 റഫേലാണെന്നാണ് പറയുന്നത്. ഒരെണ്ണം സുഖോയ് വിമാനം, ഒരെണ്ണം മിഗും, ഒരെണ്ണം മിറാഷുമാണ്. ഈ മിഗും മിറാഷും താരതമ്യേന ഇന്ത്യയിലെ കുറച്ച് പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളാണ്. അതിൽ സുഖോയ് വിമാനങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്, റഷ്യൻ നിർമ്മിതമാണ്. റഫേലിനെ പോലെ തന്നെ അതും മികച്ച ഒരു പ്രകടന മികവ് കാണിക്കുന്ന ഒരു വിമാനമാണ്. അത്തരത്തിൽ ഒരു സുഖോയ് വിമാനവും 3 റഫേൽ വിമാനങ്ങളും വീഴ്ത്തിയെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസവും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത്തരത്തിലുള്ള തൻ്റെ അവകാശവാദം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വീഴ്ത്തി എന്നുള്ളത്. പക്ഷേ ഇന്ത്യ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇക്കാര്യം ഇന്ത്യയുടെ സൈനിക മേധാവികൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇക്കാര്യം ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ ചോദിച്ചു, ഇങ്ങനെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ടല്ലോ റഫേൽ അവർ വെടിവെച്ചിട്ടു എന്നുള്ളത്. അപ്പോൾ ആ കാര്യം നമ്മൾ സമ്മതിച്ചുമില്ല, തള്ളിയതുമില്ല. ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡാണ് ഇതിൽ സൈനിക മേധാവി എടുത്തത്. കാരണം ഒരു യുദ്ധമുന്നണിയിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ നിലയിലേ ഇത് കാണുന്നുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനം നമുക്ക് വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, അത് വിമാനങ്ങൾ ഓടിച്ചിരുന്ന പൈലറ്റുമാർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ പൈലറ്റുമാരുടെ നാശമുണ്ടായിട്ടില്ല. ഇനി പാകിസ്ഥാൻ്റെ അവകാശവാദം പരിഗണിക്കുകയാണെങ്കിൽ അവർ ഈ റഫേൽ വീഴ്ത്തിയത് J-10 എന്ന് പറയുന്ന ഒരു ചൈനീസ് നിർമ്മിത വിമാനം ഉപയോഗിച്ചിട്ടാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതും ഈ പറയുന്ന റഫേലിനോട് സമാനമായി ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു തരം വിമാനമാണ്. അതുകൊണ്ട് തന്നെ ബലാബലത്തിൽ ഏതാണ്ട് തുല്യമാണെന്ന് കരുതാം. ഇനിയിപ്പോൾ റഫേലിനെ കുറിച്ച് ആശങ്കകൾ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. കാര്യം ഇങ്ങനൊരു വാർത്ത പ്രചരിച്ചപ്പോൾ ഈ ദസോൾട്ട് എയർവേസിൻ്റെ എയറോനോട്ടിക്കൽസിൻ്റെ ഓഹരി വിലയൊക്കെ വല്ലാണ്ട് താഴെ പോയിരുന്നു. എന്നാൽ ഈ ചൈനീസ് വിമാന കമ്പനിയുടെ ചെങ്ദു എന്നാണ് ആ വിമാന കമ്പനിയുടെ പേര്, അവരുടെ ഓഹരി വിലയിലൊക്കെ വലിയ മുന്നേറ്റവും ഉണ്ടായിരുന്നു. അത് ആ രീതിയിൽ നടക്കട്ടെ. ഇനി റഫേലിനെ കുറിച്ച് ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയണം. ഇങ്ങനെ ഇത് വെടിവെച്ചിടാൻ സാധ്യതയുണ്ടോ എന്നാണ്. എന്നാൽ തൽക്കാലം അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. കാരണം ഇന്ത്യ പുതിയ റാഫേൽ വിമാനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 36 ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയിട്ടുള്ളത്. അതുകൂടാതെ ഒരു 26 കൂടി, അതിൽ 22 റഫേൽ വിമാനങ്ങൾ സിംഗിൾ സീറ്ററാണ്, ഒരു പൈലറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതിലുള്ള 4 ഡബിൾ സീറ്റർ ആയിരിക്കും, 2 പേരായിരിക്കും ആ വിമാനത്തിൽ ഉണ്ടാവുക. ഇതിന് ഏകദേശം $7.4 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്നത്. 2030 ഈ 26 വിമാനങ്ങൾ കൂടി, റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. പിന്നെയും ഒരുതരം റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്.
നമ്മൾ ഈ പാകിസ്ഥാനെ വിമാനം വഴി ബ്രഹ്മോസ് മിസൈലുകൾ വിമാന മാർഗമാണ് ഉപയോഗിച്ചത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിന് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നും പറയുന്നു. കാരണം റഫേലിന് ഈ ബ്രഹ്മോസ് പോലുള്ള ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള മിസൈലുകൾ അതിനെ ഘടിപ്പിക്കാൻ സാങ്കേതികപരമായുള്ള തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് സുഖോയിലൂടെയാണ് ഈ ബ്രഹ്മോസ് തൊടുത്തുവിട്ടത്. സുഖോയ് യുദ്ധവിമാനം, അതായത് റഷ്യൻ മെയ്ഡ് വിമാനത്തിലൂടെയാണ് തൊടുത്തുവിട്ടതെന്നും പറയുന്നു. ഇന്ത്യ അതുകൊണ്ട് തന്നെ ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടുതലായി വാങ്ങുന്നത് നിർത്തിവെക്കാനുള്ള ആലോചന നടക്കുന്നതായിട്ട് വരുന്നു. നിലവിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ നമുക്ക് വ്യോമതാവളങ്ങൾ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റഫേൽ യുദ്ധവിമാനങ്ങളാണുള്ളത്. ഈ വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റഫേൽ വിമാനങ്ങളെക്കുറിച്ചുള്ള ആലോചനകളുണ്ടായിരുന്നു. അത് തൽക്കാലം വേണ്ട എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പകരം സുഖോയ് വിമാനങ്ങൾ തന്നെ, റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ തന്നെ, അത് ഈ പറയുന്ന ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ ഘടിപ്പിക്കുന്നതിന് കുറേ കൂടി അനുയോജ്യമായതുകൊണ്ട് ആ വിമാനങ്ങൾ, അതായത് 5ാം തലമുറ സുഖോയ് വിമാനങ്ങൾ എത്രയും വേഗം ലഭ്യമാക്കുന്നതിൻ്റെ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമില്ല. നിലവിൽ റഫേലിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഔദ്യോഗികമായി അത്തരം സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് അത്തരം ആശങ്കകൾ നമുക്ക് നിരുപാധികം തള്ളേണ്ടി വരും. കാരണം ഇത്തരത്തിൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യ ഒരിടത്തും സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഇത്തരത്തിൽ റഫേൽ വിമാനങ്ങൾ വീണതായിട്ടും. ഈ റഫേൽ വിമാനങ്ങൾ വീണെങ്കിൽ അക്കാര്യത്തിൽ ഈ പറയുന്ന വിമാന കമ്പനി, ഇതിൻ്റെ നിർമ്മാതാക്കളായ ഫ്രഞ്ച് നിർമ്മാതാക്കളും അക്കാര്യം സ്ഥിരീകരിക്കണമല്ലോ. അവരും ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഇങ്ങനെ വാർത്തകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് മാത്രമാണ് അവർ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫ്രാൻസ് എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം അന്വേഷിക്കാനായി മുന്നോട്ട് വരുന്നതിൻ്റെ പിന്നിൽ? സ്വാഭാവികമായും അവർ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള, ഇപ്പോൾ നമ്മുടെ HAL, അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണെങ്കിലും അത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ ദസോട്ട് എയറോനോട്ടിക്കൽസ്. അതും ഈ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർ ഈ കാര്യം അന്വേഷിക്കും. മാത്രമല്ല അവരും ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല പല രാജ്യങ്ങളിലും ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ ആവശ്യപ്പെട്ട് നിൽപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സാങ്കേതിക പിഴവോ മറ്റോ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. ഇത് അന്വേഷിക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടോ? ഇല്ല. കാര്യം ഇത് നിലവിൽ പാകിസ്ഥാനും ഈ ഫ്രാൻസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധ കരാർ ഇത് സംബന്ധിച്ച് റഫേൽ വിമാനങ്ങൾ സംബന്ധിച്ച് ഇല്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഈ കാര്യത്തിൽ ഇടപെടാനുള്ള സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഒരു ധാരണയും കരാറും ഉള്ളത് ഇന്ത്യയുമായി മാത്രമാണ്. ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളി കൂടിയാണ് ഫ്രാൻസ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു സംഗതി ഉണ്ടാകുമ്പോൾ അവർ അന്വേഷിക്കുന്ന സ്വാഭാവിക നടപടിക്രമമാണ്. നിലവിൽ പാകിസ്ഥാൻ ഇത്തരം സൈനിക കാര്യങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും ആശ്രയിക്കുന്നത് ചൈനയെയാണ്. അതുപോലെ മറ്റ് ചില തുർക്കി പോലെയുള്ള, ഇറാൻ പോലെയുള്ള ചില രാഷ്ട്രങ്ങളുമായും സഹകരണമുണ്ട്. അതല്ലാതെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഫ്രാൻസിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തെ ഇക്കാര്യത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല.